എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പുത്രസഹജമായ ധീരത, വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. എന്തോ ഒരു മനോഹരമായിരുന്നു അതില്ലേ, എന്തോ ഒരു മനോഹരമായിരുന്നു. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. അതിനു മുമ്പ് 2609 ഉള്ള ഒരു മനോഹരമായ ഭാഗം പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. ദൈവത്തോടുള്ള പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. ഇത് വളരെയധികം പേരെ കോരിത്തരിപ്പിച്ചു. പുത്രസഹജമായ ധീരത, ഇതെല്ലാം നമ്മൾ പഠിച്ചു. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2611 വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, പിന്നെയോ പിതൃഹിതം നിർവഹിക്കാൻ ഹൃദയത്തെ സജ്ജമാക്കുന്നതിലത്രേ. ഇത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, പിന്നെയോ പിതൃഹിതം നിർവഹിക്കാൻ ഹൃദയത്തെ സജ്ജമാക്കുന്നതിലത്രേ. ദൈവിക പദ്ധതിയുമായി സഹകരിക്കുന്നതിനുള്ള ഈ ഔത്സുക്യം പ്രാർത്ഥനയിൽ വളർത്തിയെടുക്കാൻ യേശു ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് വളരെ പ്രധാനമായ ഒരു കാര്യം ഈശോ പറഞ്ഞു. മത്തായി 7:21 കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്? എന്താ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ഹിതം നിറവേറ്റണേ. യോഹന്നാൻ 4:34 അവനവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിനെ വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 34-ാമത്തെ വചനം. ഈശോ സമരിയാക്കാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, സമരിയാക്കാരോട് സംസാരിക്കുന്നു. ശിഷ്യന്മാരിത് കണ്ടിട്ട് അവിടെ ഈശോ പറയുകയാണ്, എൻ്റെ ഭക്ഷണം എന്ന് പറയണത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ഒരു വലിയ രഹസ്യം ഇതാണ്. അടുത്തതിൽ നമ്മൾ പ്രാർത്ഥന എന്ന പോരാട്ടത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ നേരവും, അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഭക്ഷണം. നമ്മൾ എത്ര സമയം ഭക്ഷണം കഴിക്കും? എൻ്റെ ഭക്ഷണം. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, 4 മണി നേരത്തെ ഒരു ചായയും കടിയും, പിന്നെ അത്താഴം കഴിക്കുന്നു. എൻ്റെ ഭക്ഷണം. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ബ്രദറെ ഇത് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കണത്, അത് കിട്ടാൻ ഇത് കിട്ടാൻ. പക്ഷേ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അത് ദൈവത്തിൻ്റെ ഹിതമാണോ? ദൈവത്തിൻ്റെ ഹിതമാണോ? അപ്പോൾ ഈ ദൈവഹിതം അറിയാതെ നമ്മുടെ ഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിൽ, പക്ഷെ ഇന്നലെ നമ്മൾ കേട്ടു, നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. എന്തടിസ്ഥാനത്തിലാണ് എന്ത് ചോദിച്ചാലും കിട്ടുക എന്ന് പറയുന്നത്? വിശ്വസിക്കുന്നവന്.
നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ലയനത്തിലാണ്. ലയനം അതാണ് നമ്മൾ 2609 പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. ദൈവത്തോട് പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. അതോടൊപ്പം പുത്രസഹജമായ ധീരതയാണ് അടുത്തതിൽ നമ്മൾ കണ്ടു. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഒന്നാകലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു സംവിധാനമായി മാറണം. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. കർത്താവ് നമ്മളെ കൊണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കർത്താവിനും കൊടുക്കുകയാണ് നമ്മൾ. കർത്താവിന് അങ്ങനെ ഒരാളെ കിട്ടിയ പിന്നെ പോരെ, പിന്നെ സഹനത്തിന് സഹനം, സന്തോഷത്തിന് സന്തോഷം, എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് നമ്മളിലൂടെ ചെയ്യാൻ പോകുന്നതെന്നറിയോ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ ഈശോ മലയിലെ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവസാനം 2 കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണ്. അതിനെ സമാഹരിക്കുന്നത്, അതിനെ സാംശീകരിച്ചുകൊണ്ട് പറയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം. അപ്പോൾ ഇതാണ് എല്ലാവർക്കുമുള്ളൊരു ബുദ്ധിമുട്ട്. എല്ലാവരും ചോദിക്കേണ്ട, കർത്താവ് എങ്ങനെയാണ് ഈ ദൈവഹിതം എന്തെന്ന് നമ്മൾ അറിയുക? അതിന് മറ്റൊരു വാക്ക് ഡിസേൺമെൻ്റ് എന്ന് പറയും. ഒരു വിവേചനം ഉണ്ടാകണം. ആ വിവേചനം നൽകുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ജ്ഞാനം വേണം. 7:21 ശേഷം മത്തായി 7:24 പറയുന്നുണ്ട്, എൻ്റെ ഈ വചസ്സുകൾ കേട്ട് അത് അനുസരിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ ഒരു മനുഷ്യന് സദൃശ്യനാണ്. കണ്ടോ? പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യനാണെന്നല്ല അവിടെ പറയുന്നത്. പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് സദൃശ്യനാണ്. അതേത് മനുഷ്യനാ? അത് കർത്താവ് ഈശോ മിശിഹായാണ്. അപ്പോൾ ഈശോ മിശിഹ പോലെ തന്നെ വിവേകമുള്ളവനാകണം നമ്മൾ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ, കണ്ടോ, പാറമേൽ, ശ്രദ്ധിച്ചെല്ലാവരും, ഭവനം പണിത വിവേകവതിയായ മനുഷ്യനാണെന്ന് പറയുന്നില്ല അവിടെ. ആ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോൾ അതേത് മനുഷ്യനാ? അത് ഈശോ മിശിഹായാണ്. അപ്പോൾ ഇത് രണ്ടും, ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നത് ഒരു ഭാരമായിട്ട് കണക്കാക്കരുത്, മറിച്ച് അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. എന്താ നിങ്ങളുടെ ഭാരം? നിങ്ങൾ തന്നെത്താൻ ചുമക്കുകയാണ്, നിങ്ങൾ തന്നെത്താൻ പദ്ധതിയിടുകയാണ്, എന്നിട്ട് എന്നോട് പറയുകയാണ് ഇതെന്നെ സഹായിക്കാൻ. മറിച്ച് എൻ്റെ നുകം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? 3 സ്റ്റെപ്പുകൾ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, പിന്നെ അടുത്തത് എന്താ? അങ്ങയുടെ ഹിതം. സ്വർഗത്തിലെ പോലെ എന്നിലാകണേ.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ഒരു ഭാരം എടുത്തുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത് അതെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മളിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ കാണുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അറിയുന്നില്ല. നമ്മുടെ അതെന്താ ചെയ്യാത്തത്? ഞാൻ അത് ചെയ്യണമെന്നല്ലേ പ്രാർത്ഥിച്ചത്, ഞാൻ അത് ചെയ്യാൻ വേണ്ടിയല്ല ഇത്രയും നാൾ പ്രാർത്ഥിച്ചത്, എന്നിട്ട് അതെന്തുകൊണ്ടാണ് നടക്കാത്തത്? ഞാൻ ഇത് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ വിസ്മരണീയമായ കാര്യങ്ങൾ നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവഹിതമാണ്. അതാണ് ദൈവഹിതം. അപ്പോൾ ഇവിടെ 2611 പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, പിന്നെയോ പിതൃഹിതം നിർവഹിക്കാൻ ഹൃദയത്തെ സജ്ജമാക്കുന്നതിലത്രേ. ദൈവിക പദ്ധതിയുമായി സഹകരിക്കുന്നതിനുള്ള ഈ ഔത്സുഖ്യം പ്രാർത്ഥനയിൽ വളർത്തിയെടുക്കാൻ യേശു ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവിക പദ്ധതി നമ്മൾ ചെയ്യുന്നത് സഭയോട് ചേർന്നുകൊണ്ടാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം പടുത്തുയർത്താനല്ല കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. സഭയാകുന്ന തൻ്റെ ശരീരത്തിൻ്റെ ശാഖയായിട്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ പിതാവ് ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളും നമ്മൾ സ്വീകരിക്കുന്നതിലാണ്. ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും പുതിയ സൃഷ്ടിയായി മാറണം. അവർ ഈ ഭൂമുഖം മുഴുവനും നവീകരിക്കും വരണം. എല്ലാ മനുഷ്യരിലും സമാധാനം ഉണ്ടാകണം. ദൈവരാജ്യം സംസ്ഥാപിതമാകണം. ആ ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ടുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, ഓരോ അധ്യായം എടുത്ത് നോക്കിയാൽ ഈശോന് ഒന്നേ പറയാനുള്ളൂ, ദൈവരാജ്യം ഇന്നതിന് സദൃശ്യമാണ്. ദൈവരാജ്യം ഒരുവൻ ഒരു ബീജം കുഴിച്ചിട്ടു, അവൻ ഉണരുന്നു, എന്നാൽ ദൈവരാജ്യം ഇതാ പൊട്ടി വളരുന്നു. എല്ലാം ദൈവരാജ്യ കേന്ദ്രീകൃതമാണ്. 2257 ഇതിൻ്റെ മാർജിനിൽ പറയുന്നത്, മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കത്തക്ക വണ്ണം തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഏതൊരാളും ഉതപ്പിന് കുറ്റക്കാരനാകുകയും പ്രത്യക്ഷമായോ പരോക്ഷമായോ താൻ പ്രോത്സാഹിപ്പിച്ച തിന്മയ്ക്ക് ഉത്തരവാദിയാകുകയും ചെയ്യുന്നു. കണ്ടോ, ദൈവരാജ്യം സമാധാനത്തിൻ്റെ രാജ്യമാണ്. എല്ലാ മനുഷ്യരെയും സഹോദര തുല്യം സ്നേഹിക്കുകയും അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ദൈവഹിതത്തിനെതിരായിട്ട്, ദൈവരാജ്യത്തിൻ്റെ സമാധാനത്തിനെതിരായിട്ട് നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും നമുക്ക് കിട്ടുന്ന പ്രൈവറ്റ് റെവലേഷനുകളോ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളോ അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നത് വലിയ തെറ്റാണ്. എന്താ അവിടെ പറയുന്നത്? മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കത്തക്കവണ്ണം തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഏതൊരാളും ഉതപ്പിനെ കുറ്റക്കാരനാകുകയും പ്രത്യക്ഷമായോ പരോക്ഷമായോ താൻ പ്രോത്സാഹിപ്പിച്ച തിന്മയ്ക്ക് ഉത്തരവാദിയാകുകയും ചെയ്യുന്നു. ഇനി പറയാൻ പോണത് വളരെ കഠിനമായൊരു കാര്യമാണ്.
പേടിക്കണ്ട, ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. അപ്പോൾ ദൈവഹിതത്തിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവഹിതം അനുസരിക്കാതെ നമ്മുടെ സ്വന്തം ഹിതമനുസരിച്ച് നമ്മൾ പല പദ്ധതികളും പല പ്രസംഗങ്ങളും പല പ്രാർത്ഥനകളും തന്നെ അടിച്ചിറക്കുകയും പുസ്തകങ്ങൾ അടിച്ചിറക്കുകയും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നിലനിൽക്കെ അതിനെ വകവയ്ക്കാതെ അതിനെതിരായിട്ടെല്ലാം ചെയ്യണത് വലിയ ഭയാനകമായ അവസ്ഥയാണ്. അതാണ് അവൻ ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. തിന്മയ്ക്ക് ഉത്തരവാദിയാകുകയും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രോത്സാഹിപ്പിച്ച്, അതായത് മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കുന്ന തക്കവണ്ണം തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഏതൊരാളും ഉതപ്പിന് കുറ്റക്കാരനാകും. ഇപ്പം ഇന്ന് മീഡിയ ആർക്ക് വേണമെങ്കിലും ഒരു മൈക്കെടുത്ത് ഒരു ക്യാമറ പിടിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കത്തോലിക്കരായിട്ടുള്ള നമ്മൾ സഭയുടെ നേതൃത്വത്തിനും സഭയുടെ കെട്ടുറപ്പിനും സഭയുടെ ഔദ്യോഗിക പ്രബോധനവും നിലനിൽക്കെ ഫ്രത്തേലി തൂത്തി സഭയുടെ ഔദ്യോഗിക പ്രബോധനം, മാർപ്പാപ്പയുടെ പ്രബോധനം നിലനിൽക്കെ എല്ലാവരും സഹോദരന്മാരാണ്. ഇതിനെ ഈ പൊതുദർശനത്തിന്, ഈ പൊതുവായിട്ടുള്ള സഭയുടെ കാഴ്ചപ്പാടിന് എതിരായിട്ട് നമ്മളാരും ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്. അത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കത്തക്കവണ്ണം തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഏതൊരാളും ഉതപ്പിന് കുറ്റക്കാരനാകും. ഉതപ്പുണ്ടാക്കുകയാണ്, പ്രത്യക്ഷമായോ പരോക്ഷമായോ. ഇതെല്ലാം സഭയുടെ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മളാരുടെ അധികാരമല്ല. അതാണ് നമ്മൾ ഒരു വശത്ത് പിതാവേ പിതാവേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും മറുവശത്ത് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കും ഔദ്യോഗിക മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങൾക്കും എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയാനകമാണ്. അതെങ്ങനെ പറയാൻ പറ്റും? ആ തിന്മയ്ക്ക് ഉത്തരവാദിയാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ അത് ആരോപണമായിട്ട് മാറും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ മക്കളാണ്. സഭാ മാതാവ് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും, പണ്ടൊക്കെ ആണെങ്കിലും മാർപ്പാപ്പ പറയണത് നമുക്ക് മനസ്സിലാക്കാൻ പല ആളുകളെയും സമീപിക്കണമായിരുന്നു. ഇന്ന് മാർപ്പാപ്പ സഭയ്ക്ക് ഓരോ ദിവസവും പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ആഹ്വാനങ്ങളും നൽകുന്നത് മണിക്കൂറിനകത്ത് നമ്മളുടെ അടുത്ത് എത്താനുള്ള സംവിധാനം കർത്താവ് തന്നിരിക്കുന്നു. കണ്ടോ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മണിക്കൂറിനകത്ത്. എന്നിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും അതിനെ വിമർശിക്കുന്ന രീതിയിലും ടെലിവിഷൻ ചാനലുകളിലും വീഡിയോകളിലും ഒക്കെ ഇറക്കുന്നത് ഭയാനകമായ ദുരിതമാണ്. ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം. എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ അങ്ങനെയുള്ളതൊന്നും ഫോർവേഡ് ചെയ്യല്ലേ. എനിക്കങ്ങനെയുള്ള ഫോർവേഡ് കിട്ടുമ്പോൾ തന്നെ അറിയാം, ഇത് ദുരിതത്തിൻ്റെ ഫോർവേഡാണ്.
ഇത് ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഫോർവേഡ്. ഞാനത് നോക്കുക പോലുമില്ല. അതിനാണ് വിവേചനം എന്ന് പറയുന്നത്. അതാണ് വിവേചനം. നമ്മൾ ഈ ലോകത്തിലെല്ലാവരും അയക്കണമെന്നും കാണാനും വായിക്കാനും ആവശ്യമില്ല. നമുക്ക് കർത്താവ് പരിശുദ്ധ പിതാവിലൂടെയും സഭയിലൂടെയും നൽകുന്ന പ്രബോധനങ്ങളും അത് ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രബോധനങ്ങൾ അനുസരിച്ച് നമ്മൾ ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യമാണല്ലേ? വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിന്നും പോയി ചാടാതെ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് സമ്പർക്കമില്ലാതെ, ആ ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാകുക. ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ചാനലാക്കുക. ലോർഡ് മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ്. ഇപ്പോൾ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് 2257 കണ്ടോ. എന്നാൽ ഇംഗ്ലീഷിൽ ഒരു 2827. ദൈവഹിതം നിറവേറ്റുന്നവനെ അവിടുന്ന് ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ളതാണ് തൻ്റെ നാഥൻ്റെ നാമത്തിനുള്ള, പ്രത്യേകിച്ച് കുർബാനയിലുള്ള സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി. ഇതേറ്റവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തോടും കർത്താവിൻ്റെ ഹിതത്തിന് പരിശുദ്ധമായതൊന്നും ആഗ്രഹിക്കാത്തതിനാൽ അവിടത്തേക്ക് പ്രീതിയുള്ളവരായത് സർവ്വവിശുദ്ധരോടുമുള്ള ഐക്യപ്പെടലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി 2612 വരുന്നു. 2612 യേശുവിൽ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈശോ ഞാൻ പറഞ്ഞു എല്ലാം ദൈവരാജ്യ കേന്ദ്രീകൃതമായിട്ടാണ്. ദൈവരാജ്യം എന്താ? ദൈവരാജ്യം സ്നേഹരാജ്യമാണ്, സമാധാനത്തിൻ്റെ രാജ്യമാണ്. യേശുവിൽ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. 72 മർക്കോസ് 1:15 യേശുവിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ക്രിസ്തു തന്നെയാണ്. ദൈവരാജ്യം ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന അവസ്ഥയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ശ്രോതാക്കളെ അവിടുന്ന് മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും അതോടൊപ്പം ജാഗ്രതയിലേക്ക് ക്ഷണിക്കുന്നു. ജാഗ്രതയിലേക്ക് ക്ഷണിക്കുന്നു. ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവനെ ശരീരത്തിൻ്റെ വിനീതാവസ്ഥയിൽ അവിടുന്ന് ആദ്യം പ്രത്യക്ഷപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ടും അവിടുന്ന് മഹത്വത്തോടെ രണ്ടാമത് വരുമെന്നും പ്രത്യാശയോടെ ധ്യാനിച്ചുകൊണ്ടും ശിഷ്യൻ പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തുന്നു. അതാണ് ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവനെ ശരീരത്തിൻ്റെ വിനീതാവസ്ഥയിൽ അവിടുന്ന് ആദ്യം പ്രത്യക്ഷപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ടും തങ്ങളുടെ ഗുരുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തുക വഴി പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തുന്നത് വഴി പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ കഴിയും. ഇവിടെ മാർജിനിൽ കൊടുത്തിരിക്കുന്നത് 672. 672 നമുക്ക് ആദ്യം എടുക്കാം, പിന്നെ 2725. 672 ഇസ്രായേൽ കാത്തിരിക്കുന്ന മെസ്സിയാനിക ആ ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇസ്രായേൽ കാത്തിരിക്കുന്ന മെസ്സിയാനിക രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ സ്ഥാപനത്തിലുള്ള സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു.
ആ രാജ്യമാകട്ടെ പ്രവാചകന്മാരുടെ വീക്ഷണത്തിൽ എല്ലാ മനുഷ്യർക്കും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുനിശ്ചിതമായ ക്രമം നടപ്പിലാക്കാനുള്ളതാണ്. 562 അത് ഏഷ്യ 11:1-9 വരെയുള്ളത് ഉണ്ടോ. ആ രാജ്യമാകട്ടെ പ്രവാചകന്മാരുടെ വീക്ഷണത്തിൽ ഏഷ്യ 11 പറയുന്ന പോലെ എല്ലാ മനുഷ്യർക്കും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുനിശ്ചിതമായ ക്രമം നടപ്പിലാക്കാനുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് ദൈവഹിതത്തിനെ നമ്മൾ കീഴ്പ്പെടണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഈ സമയം ആത്മാവിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സമയമാണ്. അതുപോലെ ഇത് സഭയ്ക്ക് പിടികൂടുന്ന ഉത്കണ്ഠയുടെയും തിന്മയുടെ പരീക്ഷകൾ കണ്ടോ, തിന്മയുടെ പരീക്ഷകളുടെയും 563 തിന്മയുടെ പരീക്ഷകളുടെയും സമയമാണ്. അവസാന നാളുകളുടെ ഞെരുക്കങ്ങളുടെ തുടക്കത്തിൻ്റെയും സമയമാണ്. ഈ കാത്തിരിപ്പിൻ്റെയും ജാഗ്രതയുടെയും സമയമാണിത്. അപ്പോൾ എല്ലാ കാലങ്ങളിലും സഭ വ്യത്യസ്തമായ വെല്ലുവിളികളിലൂടെ കടന്നു പോകും. അവിടെ നമ്മൾ ഒരാളുടെയും ഭാഗം ചേർന്ന് നിൽക്കുകയല്ല വേണ്ടത്. സഭയുടെ അധികാരികളുടെ സഭാ നേതൃത്വത്തിൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിൽക്കണം നമ്മൾ. പരിശുദ്ധ പിതാവ് ദൈവരാജ്യ കേന്ദ്രീകൃതമായി പരിശുദ്ധാത്മാവിലൂടെ സഭയെ നയിക്കുന്ന ആ പരിശുദ്ധ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് പൂർണ്ണമായ ബോധ്യവും പ്രചോദനവും നൽകിക്കൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മൾ നീങ്ങേണ്ടത്. അല്ലെങ്കിൽ കുറേ പേര് ഇല്ല പരിശുദ്ധ പിതാവ് എന്താ അങ്ങനെ പറയണേ, ഇവരിങ്ങനെ പറയണത് ശ്രദ്ധിക്കാത്ത എന്താ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പിതാവിനെ വിമർശിക്കുകയും മറ്റ് പല സ്ഥലങ്ങളിലും പലരും പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അത് പറയണതിൻ്റെ കാര്യം ജാഗ്രത. നമ്മൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ, ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡിസേൺമെൻറ്റ്? ആര് പറയണതാണ് ശരിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെയാണ് നമ്മൾ നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ആദ്യ ഭാഗങ്ങളിലെല്ലാം പഠിച്ചു. സഭയെക്കുറിച്ചും സഭയിൽ എങ്ങനെയാണ് സഭയുടെ നേതൃത്വം മാർപ്പാപ്പയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം നമ്മൾ പഠിച്ചത്. അപ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് ചില വിഭാഗങ്ങൾ സഭയുടെ നേതൃത്വത്തിനെതിരായിട്ട് നീങ്ങുമ്പോഴാണ്. അതാണ് ഇന്ന് ഒരുപാട് സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാം വാർത്തകളിലെല്ലാം ഒരുപാട് വായിച്ചു കാണും യൂറോപ്പിലെ അവസ്ഥ. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് പണ്ടേ മുതലുള്ള അവസ്ഥ ഇത് തന്നെയാണ്. പണ്ടേ മുതൽ കുറേ പേര് സഭാ നേതൃത്വത്തിനെതിരായിട്ട് കുറേ പടച്ചുവിടും, കുറച്ച് പേർ അവരുടെ കൂടെ ചേർക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിന് ഒരു മാറ്റവും സഭ വരുത്തില്ല എന്നുള്ളത് എത്ര വർഷമായിട്ട് കാലാകാലങ്ങളിൽ അറിയുന്നതാണ്. 2725 പ്രാർത്ഥന എന്നത് ഒരു പോരാട്ടമാണ്. എന്നാൽ അതൊരു ആത്മീയ പോരാട്ടമാണ്. പ്രാർത്ഥനയാകുന്ന പോരാട്ടം 2725. പ്രാർത്ഥന കൃപാവരത്തിൻ്റെ ദാനവും നമ്മുടെ ഭാഗത്തു നിന്നുള്ള സുനിശ്ചിതമായ പ്രത്യുത്തരവുമാണ്. പരിശ്രമം എപ്പോഴും അതിൻ്റെ മുൻവ്യവസ്ഥയാണ്. പരിശ്രമം ക്രിസ്തുവിന് മുൻപ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും ദൈവമാതാവും വിശുദ്ധരും
അവിടെ നിന്ന് തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. ആർക്കെതിരെ? നമുക്ക് തന്നെയും. അതാണ് മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി പരിശ്രമിക്കുന്ന പരീക്ഷകൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ, ഓക്കെ, അവിടെ ആ സെൻറ്റൻസ് അവസാനിച്ചു. ആർക്കെതിരെ? നമുക്ക് തന്നെയും. മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പരീക്ഷകൻ്റെ കുതന്ത്രങ്ങൾക്കും എതിരെ. അതാണ് പരീക്ഷകൻ്റെ കുതം. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കെതിരെ, നമുക്ക് തന്നെയും മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പരീക്ഷകൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാകാതെ തന്നെ, നമ്മളറിയാതെ തന്നെ ഒരുപാട് മാനുഷിക ബോധ്യങ്ങളാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയോ ഒരു ഡിസൈൻമെൻ്റ്, ഒരു വിവേചനമില്ലാതെ മാനുഷികമായ ബോധ്യം. ഇപ്പോൾ പത്രോസ്, ഈശോ പറഞ്ഞു, ഞാൻ ആരാണെന്നാ എല്ലാവരും പറയണേ. നമ്മൾ കേട്ടു. ഈശോ പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാവുന്നു. ഗുഡ്, വെരി ഗുഡ്. ഇത് പറഞ്ഞ സമയത്ത് പത്രോസിൽ ദൈവ ആവിഷ്കരണം നടക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതമാണ് പത്രോസ് അത് പറഞ്ഞത്. കണ്ടോ, ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തതാണ് പറഞ്ഞത്. പക്ഷെ ആ സമയം കഴിഞ്ഞപ്പോൾ ആ വെളിപാട് പോയി. പിന്നെ പത്രോസ് സാധാരണ മനുഷ്യനാണ്. അതാണ് അടുത്തെന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇതാരോടും പറയരുത്, എനിക്ക് ജെറൂസലേമിലേക്ക് പോകണം. അവിടെ മനുഷ്യപുത്രൻ പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, അവർ അവനെ ക്രൂശിക്കും, എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. ഇത് കേട്ടപ്പോൾ പത്രോസിന് ചങ്കിൽ വേദന വന്നു. ശോ, അങ്ങയെ പീഡിപ്പിക്കുന്നോ, അങ്ങയെ പീഡിപ്പിക്കുന്നോ, എന്ത് പറയണേ എൻ്റെ ഈശോയെ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട. ഭയങ്കര സ്നേഹമല്ലേ? കണ്ടോ, പോരാട്ടം. ഉടനെ കർത്താവ് പറയാണ്, സാത്താനെ എൻ്റെ പുറകെ പോതി, നീ മുന്നോട്ട് വരല്ലേ. എന്താ സാത്താൻ അവിടെ? എന്താണ് അവിടുത്തെ സാത്താൻ? അവിടുത്തെ സാത്താൻ എന്താ? കർത്താവ് പറയാണ്, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. കണ്ടോ, നിന്റെ മാനുഷിക ചിന്തയാണ് നീ പറഞ്ഞത്. അങ്ങ് കഷ്ടപ്പെടണ്ട, അങ്ങ് അവിടെ പോകണ്ട, അങ്ങ് പീഡ അനുഭവിക്കണ്ട എന്ന് പറയണത് നിന്റെ മാനുഷിക. അപ്പോൾ അവിടെ എന്താണ് പൈശാചികത? മനുഷ്യൻ്റെ ചിന്ത. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥയിലാണ്. നമ്മളെല്ലാവരും ഭൂരിഭാഗം പേര് മാനുഷികമായാണ് ചിന്തിക്കുന്നത്. അതിനെ ഒരു നിമിഷം കർത്താവേ എന്താണ് അങ്ങ് ആഗ്രഹിക്കണേ എന്ന് കർത്താവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുന്നത് വേണ്ടി നോക്കണം. ആ വെളിപാടിനെ കുറിച്ച് കർത്താവിനോട് ചോദിക്കണം. കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലും വചനത്തിലൂടെയും പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനെ നോക്കാതെ പെട്ടെന്നെടുത്ത് ഒറ്റയടിക്കുന്നത് അത് ശരിയല്ലോ, അത് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണ്ട, വിട്ടുകളയും. അപ്പോൾ വിവേചനത്തിൻ്റെ ഒരവസ്ഥയാണത്. കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണത് കഷ്ടപ്പെടണം, സഹിക്കണം, സഹനത്തിലൂടെയാണ്. ഈശോ പറഞ്ഞത് എന്തും കൊണ്ട് എൻ്റെ പുറകെ വരാനാണ് പറഞ്ഞത്? എന്തെടുത്തുകൊണ്ട് പുറകെ വരാനാണ് പറഞ്ഞത്? എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ
സ്വയം പരിത്യജിക്കുക, നമ്പർ 1. രണ്ടാമത് സ്വന്തം കുരിശുമെടുത്ത് വരിക. ഇത് നല്ലൊരു വിവേചനമാണ്. കുരിശിനെ ഒഴിവാക്കുന്നതെന്തും ദൈവത്തിൽ നിന്നല്ല. കണ്ടോ, കുരിശിനെ ഒഴിവാക്കുകയാണ് ഇപ്പോൾ പത്രോസ്. അതിനു മുമ്പ് ആദ്യം പറഞ്ഞത് സ്വയം പരിത്യജിക്കുക, നമ്മുടെ കാര്യത്തെ വിട്ടിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആർക്കെതിരെ? നമുക്ക് തന്നെയും. മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പരീക്ഷകൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ. ഈ പരീക്ഷകൻ വരുന്നത് കൊമ്പൊന്നും വെച്ചുകൊണ്ടല്ല, മനുഷ്യൻ്റെ ചിന്തയിലാണ്. കണ്ടോ, നിന്റെ ചിന്ത മാനുഷികമാണ്. സാത്താനെ, അപ്പോൾ മാനുഷികമായി ചിന്തിക്കണത് തെറ്റാണോ? വലിയ തെറ്റാണ്. കാരണം ദൈവം മാമോദീസ സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവാണ്. ആ ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് വിട്ടിട്ട് മാനുഷികമായി ചിന്തിക്കുന്നു. ഇതാണ് 95% അല്ലെങ്കിൽ 99% ആൾക്കാർ, 99% ആൾക്കാരുടെ അവസ്ഥ. പിന്നെ എങ്ങനെ സഭ വലുതാവും? എല്ലാവരും അവനവൻ്റെ കാര്യം, അവനവൻ്റെ വീട്, അവനവൻ്റെ ഭാര്യയും പിള്ളേരും, അവൻ്റെ പുരയിടം, അതിന് സമൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ അതാണോ ദൈവഹിതം? അതാണ്. അതിൻ്റെ സമൃദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അതല്ലേ അല്ല. അതാണ് ദൈവരാജ്യത്തിന് വേണ്ടി സകലതും പരിത്യജിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സകലതും വിട്ട് അങ്ങയുടെ പുറകെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയാണ്, ദൈവരാജ്യത്തെ പ്രതി 18 ലൂക്ക 18:29 പറയാണ്, ദൈവരാജ്യത്തെ പ്രതി. യേശുപതി സത്യമായി ഞാൻ നിങ്ങളോട് ദൈവരാജ്യത്തിന് വേണ്ടി. കണ്ടോ, ഈ വചനത്തിൽ നിൽക്കോ നമ്മൾ വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ആരാണിതെല്ലാം ചെയ്യണത്? പറയും. ദൈവവിളി സ്വീകരിച്ചവർ പോലും, ജീവിതം മുഴുവനും കർത്താവിന് കാഴ്ചവെച്ചിട്ടുള്ള വൈദികരും സന്യസ്തർ പോലും ഇതിലല്ല നിൽക്കണത്. അവർ വീട്, അവരുടെ അപ്പൻ, അവരുടെ അമ്മ, അവരുടെ സഹോദരങ്ങൾ, അതിനു വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യണത്. മിഷനെ പോയേക്കണവരാണ്. എന്നാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളാണ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ. ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. അപ്പം ഇതൊക്കെയാണ് ഈ ദൈവഹിതം എന്ന് പറയുന്നത്. പിതാവേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കണമെന്ന് കാര്യമില്ല. ഇത് സഹിക്കാനായിട്ടുള്ള, ഇത് വിവേചിക്കാനായിട്ടുള്ള സന്മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് പ്രാർത്ഥന. ഒരു പോരാട്ടമാണ്. എന്താ പോരാട്ടം? ആർക്കെതിരെ? നമുക്ക് തന്നെ. നമ്മുടെ മാനുഷിക ബോധ്യങ്ങൾക്കെതിരായിട്ട് പോരാടണം. മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പരീക്ഷകൻ്റെ കുതന്ത്രങ്ങൾക്കെതിരെ ഒരാൾ എതിരെ. ഓക്കെ, അവിടെ ഫുൾ സ്റ്റോപ്പാണ് കേട്ടോ, അവിടെ ഇച്ചിരി ഗ്യാപ്പില്ല. ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എങ്ങനെ അയാൾ
പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. ഇത് ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ അയാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അനുസൃതമായി നിരന്തരം വ്യാപരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ നാമത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം എന്താ? ക്രിസ്തുവിൻ്റെ ആത്മാവിന് അനുസൃതമായി നിരന്തരം വ്യാപരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ. ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അങ്ങയുടെ അമ്മയും സഹോദരന്മാരും അവിടെ വന്നിരിക്കണം. ഈശോ ഉടനെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയോ? ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരന്മാർ? എൻ്റെ വചനം കേൾക്കുകയും ദൈവഹിതം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമാണ്. കണ്ടോ? ക്രൈസ്തവൻ്റെ നവജീവിതത്തിലെ ആധ്യാത്മിക സമരത്തെ പ്രാർത്ഥനയാകുന്ന പോരാട്ടത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. പ്രാർത്ഥനയാകുന്ന പോരാട്ടം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം.